എല്ലാവർക്കും നമസ്കാരം. ഓം നമോ ഭഗവതേ രുദ്രായ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ 8ാം അനുഭാഗത്തിൽ 1 മുതൽ 4 വരെ ഉള്ള മന്ത്രങ്ങൾക്ക് ആണ് വ്യാഖ്യാനം നൽകിയിരുന്നത്. ഇനി 8ാം അനുഭാഗത്തിലെ 5ാമത്തെ മന്ത്രങ്ങൾക്ക് നമുക്ക് നോക്കാം. മന്ത്രം ചൊല്ലാം. നമോ അഗ്രേ വധായ ച ദൂരേ വധായ ച. നമോ അഗ്രേ വധായ ച ദൂരേ വധായ ച. നമോ നമഃ. അഗ്രേ, അഗ്രേ എന്ന് പറഞ്ഞെങ്കിൽ പുരതഃ, മുൻപിലുള്ളത്, അടുത്തുള്ളത് എന്നർത്ഥം. മുൻപിലുള്ളത് അഗ്രേ, പുരതഃ. ഇപ്പോൾ മുന്നിൽ അഥവാ തൊട്ട് മുമ്പിലുള്ള ശത്രുക്കളെ, പുരതഃ സ്ഥിതം ശത്രുൻ, പുരതഃ സ്ഥിതം ശത്രുനപി തിഷ്ടന്തം ശത്രുൻ അപി മാരയിതും സംഹാരയിതും രുദ്രഃ ശക്നോതി. രുദ്രന് അതിൽ സാമർഥ്യമുണ്ടെന്ന് അർത്ഥം. പരമ്പൊരുളാണ്. പക്ഷേ തൊട്ട് മുന്നിലിരിക്കുന്ന ശത്രുക്കളെ നശിപ്പിക്കുന്നതിനായി കഴിവുള്ളവനാണ് ആര്? ശ്രീരുദ്രൻ, ശ്രീ പരമേശ്വരൻ എന്ന് ഭക്തൻ പറയുന്നു, ഭക്തൻ സങ്കല്പിക്കുന്നു. സകലതിനെയും ഞൊടിയിടയ്ക്കുള്ളിൽ സംഹരിക്കാൻ ശേഷിയുള്ള പ്രപഞ്ചശക്തിയാണ് ശ്രീരുദ്രൻ. പക്ഷേ ഇവിടെ ഓരോന്നോരോന്നായി എടുത്ത് പറഞ്ഞ് ഭക്തൻ ശ്രീരുദ്രനെ, പരമേശ്വരനെ സ്തുതിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് തൊട്ട് മുമ്പിലുള്ള അഗ്രേവധായ, തൊട്ട് മുമ്പുള്ളതിനെ പുരതഃ തിഷ്ടന്തം ശത്രുനഭി സഹ മാരയതി നാശയതി തസ്മൈ രുദ്രായ നമഃ. തൊട്ട് മുമ്പുള്ള ശത്രുക്കളെ നശിപ്പിക്കാൻ കഴിവുള്ളവനാണ്, ശക്നോതി. ആ രുദ്രനായിക്കൊണ്ട് നമസ്കാരം. പിന്നെയോ ദൂരേ വധായ, ദൂരെയുള്ള ശത്രുക്കളെയും നശിപ്പിക്കാനായി നാശയതും ശക്നോതി ശ്രീരുദ്ര. തസ്മൈ രുദ്രായ നമഃ. ശ്രീരുദ്രന് അടുത്തുള്ളവരെയും തൊട്ട് മുമ്പിലുള്ളവരെയും അതുപോലെ ദൂരെയുള്ളവരെയും ഒരേപോലെ ജോഡിയൊടിയിൽ അനായാസേന, യാതൊരു ആയാസവും കൂടാതെ എളുപ്പത്തിൽ വധിക്കാൻ കഴിവുള്ളവനായ ശ്രീരുദ്രനായിക്കൊണ്ട് നമസ്കാരം. സകലതിനെയും ഞൊടിയുടെക്കുള്ളിൽ നശിപ്പിക്കാനും അതുപോലെ തന്നെ നശിപ്പിച്ച സാധനത്തെ സൃഷ്ടിക്കാനും, സൃഷ്ടിസ്ഥിതി സംഹാരം ഇത്യാദി ഈ കർമ്മങ്ങൾ ചെയ്യുന്ന പരമ്പൊരുളാണ് ശ്രീ പരമേശ്വരൻ അഥവാ ശ്രീരുദ്രൻ. അപ്പോൾ ഇതെല്ലാം വളരെ നിസ്സാരമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇവിടെ ഭക്തൻ ഓരോന്നോരോന്നായി എടുത്തു പറയുന്നത് കൊണ്ട് അഗ്രേ വധായ ച ദൂരേ വധായ ച, അടുത്തുള്ളതിനെയും മുന്നിലുള്ളതിനെയും ദൂരെയുള്ളതിനെയും നശിപ്പിക്കാനായിട്ട് അഥവാ വധിക്കുന്നവനായ ശത്രുക്കളെ, അടുത്തുള്ള ശത്രുക്കളും ദൂരെയുള്ളവരുമായ ശത്രുക്കളെ വധിക്കാൻ കഴിവുള്ള അല്ലെങ്കിൽ സംഹരിക്കുന്ന ശ്രീരുദ്രനായിക്കൊണ്ട് തസ്മൈ രുദ്രായ നമഃ. നമോ അഗ്രേ വധായ ച ദൂരേ വധായ ച. അടുത്ത മന്ത്രം നമോ ഹന്ത്രേ ച ഹനീയസേ ച. നമോ ഹന്ത്രേ ച ഹനീയസേ ച. നമോ നമഃ ഹന്ത്രേ, ഹന്ത്രനായിക്കൊണ്ട് നമസ്കാരം. ഹന്ത്രേ, ഹന്ത്രനായിക്കൊണ്ട്. അപ്പോൾ ഹന്ത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സംഹാരക യഹ സംഹാരം കരോതി സഹ ഏവ ഹന്ത. സംഹാരം ചെയ്യുന്നവനാണ് ഹന്ത, അഥവാ വധിക്കുന്നവൻ, ഇല്ലായ്മ ചെയ്യുന്നവൻ, സംഹരിക്കുന്നവൻ, അവനാണ് ഹന്ത. ഇവിടെ ഹന്ത എന്ന് പറയുന്ന ആരാണ്? ശ്രീ രുദ്രഹേവ ഹന്ത. എങ്ങനെയാണ്? ഇവിടെ പറഞ്ഞു പുരതഃ ദൂരേവ, മുന്നിലുള്ളതിനെയും അതുപോലെ ദൂരെയുള്ളതിനായാലും
വർത്തമാനം വിരോധിനം അനായാസേന ഏവ ഹന്തി ഇത്യർത്ഥഃ. പുരതഃ മുന്നിലുള്ളതായാലും ദൂരെയുള്ളതായാലും അടുത്തുള്ളതും അതുപോലെ തന്നെ അകലെയുള്ളതുമായ ശത്രുൺ വർത്തമാനം ശത്രുണാം ശത്രുക്കളെ അനായാസേന യാതൊരു ആയാസവും കൂടാതെ വളരെ എളുപ്പത്തിൽ വധിക്കാൻ ശേഷിയുള്ളവനാണ് ശ്രീരുദ്രൻ എന്നാണ് ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഹന്ത, ഇവിടെയുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോകേ അഭി ശ്രീരുദ്രൻ്റെ പ്രഭാവം തന്നെയാണ് സകല ചരാചരങ്ങളിലും പ്രവർത്തിക്കുന്നതെന്ന് പറഞ്ഞിട്ടുള്ളതിന് മുമ്പ്, അഥവാ സകല പ്രാണിഷു ലോകേഷു സകല പ്രാണിഷു രുദ്രശക്തി ഏവ തിഷ്ഠതി, രുദ്രഹ ഏവ തേജോരൂപേണ തിഷ്ഠതി. രുദ്രൻ്റെ പ്രഭാവം തന്നെയാണ്, രുദ്രൻ്റെ ശക്തി തന്നെയാണ്, അഥവാ രുദ്രൻ തന്നെയാണ് തേജോരൂപത്തിൽ, രുദ്ര തേജസ് തന്നെയാണ് എല്ലാ സകല ചരാചരങ്ങളിലും സകല പ്രാണികളിലും സ്ഥിതി ചെയ്യുന്നത്. ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്നത് ലോകേ അഭി എത്ര വിരോധനം ഹന്തി. ഇപ്പം ലോകത്തിൽ എവിടെ ഏത് ശത്രുക്കളെ ആര് കൊന്നാലും ആ കൊല്ലുന്നവൻ, അതാ ശത്രുക്കളെ വധിക്കുന്നവൻ, ആ വധിക്കുന്നവനിലെല്ലാം തന്നെ എന്താണ് ശോഭിക്കുന്നത്? രുദ്രൻ്റെ തേജസ് തന്നെയാണ്, അത് രുദ്രൻ്റെ ശക്തി തന്നെയാണ് അവിടെ പ്രകാശിക്കുന്നത്. ഇതാണ് അതിൻ്റെ അർത്ഥം. നമോ ഹന്ത്രേ. അപ്പോൾ ഹന്താവായിരിക്കുന്ന രുദ്രനെക്കൊണ്ട് നമസ്കാരം. അപ്പോൾ ഇവിടെ ഹന്ത എന്ന് പറഞ്ഞാൽ വധിക്കുന്നവൻ, ഇല്ലായ്മ ചെയ്യുന്നവൻ, സംഹരിക്കുന്നവൻ എന്നർത്ഥം. അപ്പോൾ ലോകത്തിൽ എവിടെ ഏത് ശത്രുക്കളെ കൊന്നാലും വധിച്ചാലും ഇല്ലായ്മ ചെയ്താലും ആ സംഹാരകനിൽ സ്ഥിതി ചെയ്യുന്നത് രുദ്രശക്തി തന്നെയാണ് എന്നർത്ഥം. നമോ ഹന്ത്രേജ ഹനീയസേജ. ഹനിയാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹനീയനായിക്കൊണ്ട് ഹനീയസേ. ഹനിയാൻ സംഹാരകാലെ എന്ന് പറഞ്ഞെങ്കിൽ പ്രളയകാലത്തിലാണത്. അവസാനം കൽപ്പാന്തകാലത്തിൽ സംഹാരകാലെ അതിശയേന സർവേഷാം ഹന്ത. അപ്പോൾ സംഹാരകാലത്തിൽ ശ്രീരുദ്രൻ എന്ന് പറയുന്നത് ആ പരമശക്തി എന്തായിട്ട് വർത്തിക്കുന്നു എന്നുള്ളതാണ്. സകലതിൻ്റെയും സംഹാരകനായിട്ട് നിലകൊള്ളുന്നു. അപ്പോൾ ഇവിടെ ലോകത്തിൽ അതായത് നമോ ഹന്ത്രേ, ഹന്താവിനായിക്കൊണ്ട് നമസ്കാരം. ഹന്ത എന്ന് പറഞ്ഞാൽ വധിക്കുന്നവൻ, ഇല്ലായ്മ ചെയ്യുന്നവൻ ഹന്ത. ആ വധിക്കുന്നവനായിക്കൊണ്ട് ഹന്ത്രേ നമസ്കാരം. ഏത് ലോകത്തിലെവിടെ ശത്രുക്കളെ ആരൊക്കെ എവിടെയൊക്കെ ശത്രുക്കളെ കൊല്ലുന്നുവോ ആ കൊല്ലുന്നവനെങ്കിൽ ഇല്ലായ്മ ചെയ്യുന്നവനിൽ തേജോ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നത് രുദ്രൻ തന്നെയാണ്. ആ രുദ്രനായി തസ്മൈ രുദ്രായ നമഃ. നമോ ഹന്ത്രേജ ഹനീയസേ. ഹനിയാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൽപ്പാന്തകാലെ ശ്രീരുദ്ര ശ്രീ പരമേശ്വര എന്തു ചെയ്യുന്നു? സകലതിനെയും ഈ ലോകത്തെ തന്നെ ശ്രീരുദ്രൻ സംഹരിക്കുന്നു. അവിടെ സംഹാരം പ്രളയകാലത്തിൽ സൃഷ്ടിക്കപ്പെട്ട സകലതിനെയും ശ്രീരുദ്രൻ തന്നെയാണ് സൃഷ്ടിച്ചത്. ശ്രീ പരമേശ്വരൻ തന്നെയാണ് സൃഷ്ടി നടത്തിയിരിക്കുന്ന ഈ സാധനങ്ങളെയെല്ലാം തന്നെ എല്ലാത്തിനെയും ഈ സകല ചരാചരങ്ങളും സൃഷ്ടിക്കപ്പെട്ട സകല ചരാചരങ്ങളെയും കൽപ്പാന്തകാലത്തിൽ സ്വയം വിഴുങ്ങുന്നു. സ്വയമേവ ഗ്രസനം കരോതി എന്ന് പറഞ്ഞെങ്കിൽ തന്നിൽ നിന്നുണ്ടായ സാധനങ്ങൾ തന്നിലേക്ക് തന്നെ, താൻ സൃഷ്ടിച്ച സാധനങ്ങളെല്ലാം തന്നിലേക്ക് തന്നെ എന്തു ചെയ്യിക്കുന്നു? ലയനം കരോതി, തന്നിലേക്ക് തന്നെ ലയിപ്പിക്കുന്നു, സംഘർഷണം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ തന്നിലേക്ക് തന്നെ ലയിപ്പിക്കുന്നു. അതാണ്. അപ്പോൾ ഹനിയസേജ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രളയകാലത്തിൽ കൽപ്പാന്തകാലത്തിൽ പ്രളയം സൃഷ്ടിച്ച് സൃഷ്ടിക്കപ്പെട്ട സകലതിനെയും സ്വയം തന്നിലേക്ക് തന്നെ ലയിപ്പിക്കുന്നു. ആ രുദ്രനായിക്കൊണ്ട് നമസ്കാരം. അതാണ് ഹനിയസേജ. അപ്പോൾ ഹന്താവായിരിക്കുന്നവനും
അതുപോലെ ഹനിയാനായിരിക്കുന്നവനുമായ രുദ്രനായിക്കൊണ്ട് നമസ്കാരം. നമോ ഹന്ത്രേജ ഹനീയസേജ. അടുത്ത മന്ത്രം നോക്കാം. നമോ വൃക്ഷേഭ്യോ ഹരികേശേഭ്യ. നമഃ ആർക്ക്? വൃക്ഷേഭ്യ, വൃക്ഷങ്ങൾക്കായിട്ട്. ഇന്ന് വൃക്ഷരൂപത്തിൽ അതായത് വൃക്ഷങ്ങളുടെ രൂപത്തിലും ആര് തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്? രുദ്രൻ തന്നെയാണ്. അപ്പോൾ ആ രുദ്രൻ്റെ ശക്തി തന്നെയാണ് സകല ചരാചരങ്ങളിൽ നിലകൊള്ളുന്നത്. ഇവിടെ ഓരോന്നോരോന്ന് എടുത്ത് പറയുന്നത് മാത്രം. വൃക്ഷങ്ങളായാലും വൃക്ഷേഭ്യ, വൃക്ഷങ്ങൾക്കായിക്കൊണ്ട് നമസ്കാരം. വൃക്ഷരൂപേണ സ്ഥിത രുദ്രായ നമഃ. വൃക്ഷരൂപേണ അഭി അഥവാ സകല ചരാചരേഷു, എല്ലാ ചരാചരങ്ങളിലും ശ്രീ രുദ്രഹേവ തേജോരൂപേണ തിഷ്ഠതി. രുദ്രൻ തന്നെയാണ് തേജോരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ വൃക്ഷേഭ്യ, വൃക്ഷങ്ങൾക്കാണ് വൃക്ഷരൂപത്തിലും വൃക്ഷരൂപേണ അഭി അഥവാ വൃക്ഷങ്ങളുടെ രൂപത്തിലും ആര് തന്നെയാണ്? ആരുടെ ശക്തി തന്നെയാണ്? രുദ്രൻ്റെ ശക്തി തന്നെയാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ തസ്മൈ രുദ്രായ നമഃ. അപ്പോൾ വൃക്ഷരൂപത്തിലുള്ളവനായിക്കൊണ്ടും വൃക്ഷങ്ങളുടെ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നതിനായ രുദ്രനായിക്കൊണ്ടും, അല്ലെങ്കിൽ വൃക്ഷരൂപേണ അഭി രുദ്രഹേവ തേജോരൂപേണ തിഷ്ഠതി. രുദ്രൻ തന്നെയാണ് തേജോരൂപത്തിൽ വൃക്ഷങ്ങളിലും സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമോ വൃക്ഷേഭ്യ ഹരികേശേഭ്യ. ഹരികേശം ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളത്. ഹരികേശം എന്ന ഹരിതവർണ്ണമായിട്ടുള്ള കേശം. അപ്പോൾ ഇവിടെ വൃക്ഷ രൂപത്തിൽ രുദ്രശക്തി നിലകൊള്ളുന്ന അവസരത്തിൽ അതിലുള്ള ഹരിതവർണ്ണാനി പർണാനി, ഈ ഹരിതവർണ്ണത്തിലുള്ള പച്ച നിറത്തിലുള്ള ഹരിതവർണ്ണത്തിലുള്ള ഈ ഇലകളെല്ലാം തന്നെ എന്താണ്? കേശമായിട്ട്, മുടിയായിട്ട്, വൃക്ഷങ്ങളുടെ മുടിയായിട്ട് സങ്കല്പിച്ചിരിക്കുന്നു. ഇപ്പോൾ വൃക്ഷരൂപേണ രുദ്രഹേവ തിഷ്ഠതി എന്ന് പറഞ്ഞു. അതോ രുദ്രശക്തി ഏവ ഏതിലും ഇരിക്കുന്നത്? വൃക്ഷേഷു അഭി, വൃക്ഷങ്ങളിലും. അപ്പോൾ ഈ വൃക്ഷങ്ങളിലെല്ലാം തന്നെ രുദ്രശക്തി നിലകൊള്ളുന്നു, അഥവാ രുദ്രൻ തന്നെ നിലകൊള്ളുന്നു എന്നാണ് അവർ പറഞ്ഞു വരുന്നത്. അപ്പോൾ ആ മരങ്ങളുടെയെല്ലാം വൃക്ഷങ്ങളുടെയെല്ലാം മുടിയായിട്ട് ഇത് ഹരിതവർണ്ണത്തിലുള്ള പർണാനി എന്തായിട്ട് കണക്കാക്കിയിരിക്കുന്നു? വൃക്ഷങ്ങളുടെ മുടിയായിട്ട് കണക്കാക്കിയിരിക്കുന്നു. അപ്പോൾ ഈ പച്ച നിറത്തിലുള്ള ഹരിതവർണ്ണത്തിലുള്ള ഇലകളെ ഇവിടെ രുദ്രൻ്റെ എന്തായിട്ട് മുടിയായിട്ട് സങ്കല്പിച്ചിരിക്കുന്നു. വൃക്ഷം രുദ്രനാണെങ്കിൽ ഇലകളെല്ലാം തന്നെ മുടിക്ക് തുല്യം. അപ്പോൾ ഹരികേശേഭ്യ, അപ്പോൾ വൃക്ഷരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നവനും അതുപോലെ തന്നെ ഹരികേശേഭ്യ ഹരിതവർണ്ണത്തിലുള്ള മുടിയോട് കൂടിയനുമായ ശ്രീ രുദ്രനായിക്കൊണ്ട് നമസ്കാരം. നമോ വൃക്ഷേഭ്യോ ഹരികേശേഭ്യ. അടുത്ത മന്ത്രം നമസ്താരായ. നമഃ ആർക്കായിക്കൊണ്ട്? താരായ. താരഹ. താര എന്ന് പറഞ്ഞാൽ താരയതി, തരണം ചെയ്യിക്കുന്നവൻ. സംസാര ദുഃഖാത് രുദ്രഹ. നമ്മളെന്ത് ചെയ്യുന്നു? താരയതി. സംസാര ദുഃഖാത് രുദ്രഹ താരയതി. അസ്മാൻ താരയതി, നമ്മളെ തരണം ചെയ്യുന്നതിന് സഹായിക്കുന്നു. അതുകൊണ്ട് നമ താരായ. ഇവിടെ ഇതിൻ്റെ സാന്ദർഭിക അർത്ഥം ഇതാണ് പറയാം. അതായത് താരയതി എന്നുള്ള വ്യാഖ്യാനമുണ്ട്. അതുപോലെ തന്നെ തരണം ചെയ്യാനാണ്. അതായത് ഈ ഇഹലോകത്തിലുള്ള കഷ്ടതകളിൽ നിന്നും ഇക്കരയിൽ നിന്നും അക്കരയിലേക്ക് തരണം ചെയ്യുന്നതിനായിട്ട് താരയതി, കടത്തി വിടുന്നവൻ എന്ന അർത്ഥത്തിൽ താരയതി എന്നൊരർത്ഥം പറഞ്ഞിട്ടുണ്ട്. ശരിക്കും താര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ താരകം, നക്ഷത്രം. താരകം ബ്രഹ്മരൂപം.
താരകമായ ബ്രഹ്മരൂപം. ബ്രഹ്മം താരാരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു. ബ്രഹ്മം അഥവാ പരബ്രഹ്മം എന്നൊക്കെ പറയുന്നത് ഇവിടെ പ്രപഞ്ചശക്തി അഥവാ രുദ്രൻ, ശ്രീ പരമേശ്വരൻ. താരകരൂപത്തിൽ സ്ഥിതി ചെയ്യുന്ന രുദ്രനായിക്കൊണ്ട് നമസ്കാരം. എന്നാൽ അപ്പോൾ താരകം എന്ന് പറഞ്ഞാൽ നക്ഷത്ര രൂപത്തിൽ തിളങ്ങുന്ന, ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന, പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന ശ്രീ രുദ്രനായിക്കൊണ്ട് നമസ്കാരം. അപ്പോൾ താരകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദിത്യൻ. ശ്രീ പരമേശ്വര ആദിത്യരൂപേണ പ്രകാശതി ജ്വലതി. ആദിത്യരൂപത്തിൽ ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന ബ്രഹ്മരൂപമാണ് ആര്? ശ്രീരുദ്രൻ, ശ്രീ പരമേശ്വരൻ എന്നർത്ഥം. ഇവിടെ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ഭക്തൻ അഥവാ ഈ ശ്രീരുദ്രൻ എന്ന് പറയുന്ന ഈ മന്ത്രത്തിൽ ദേവതയായിട്ട് സങ്കല്പിച്ചിരിക്കുന്നത് ആദിത്യരൂപേണ തിഷ്ടന്തം രുദ്രഹയവ. ആദിത്യരൂപേണ തിഷ്ടന്തം രുദ്രഹയവ. ആദിത്യരൂപത്തിൽ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന, സ്ഥിതി ചെയ്യുന്ന രുദ്രനെ ആണ് മനസ്സിൽ ദേവതയായിട്ട് സങ്കല്പിച്ചിട്ട് ഭക്തൻ ഈ മന്ത്രം ചൊല്ലുന്നത്, ഋഷി ഈ മന്ത്രം ചൊല്ലുന്നത്. അപ്പോൾ ഇവിടെ നമസ്താരായ, നമസ്താരായ, നമഃ താരായ, താരകത്തിനായിട്ടുണ്ട്, താരക്കായിക്കൊണ്ട്, നക്ഷത്രത്തിനായിക്കൊണ്ട് നമസ്കാരം എന്നർത്ഥം. അപ്പോൾ ആദിത്യായ നമഃ എന്നർത്ഥം. ഇവിടെ ആദിത്യരൂപേണ തിഷ്ടന്തം രുദ്രായ നമഃ. ആദിത്യരൂപേണ തിഷ്ടന്തം രുദ്രായ നമഃ. ആദിത്യരൂപത്തിൽ സ്ഥിതി ചെയ്യുന്ന ആ ബ്രഹ്മത്തിന്, പരബ്രഹ്മത്തിന്, പരബ്രഹ്മമായ പരമേശ്വരനായിക്കൊണ്ട് നമസ്കാരം നടത്തും. ഇവിടെ സകല ചരാചരങ്ങൾക്കും സൃഷ്ടി സ്ഥിതി സംഹാരത്തിന് കാരണഭൂതനായിരിക്കുന്നത് ആദിത്യൻ തന്നെയാണ്. ആദിത്യൻ്റെ അഭാവത്തിൽ ഈ പ്രപഞ്ചത്തിൽ ഒരു വസ്തുവും നിലനിൽക്കില്ല. അപ്പോൾ ഇവിടെ പ്രാണശക്തി നൽകുന്നതെന്നർത്ഥം. പ്രാണശക്തി നൽകുന്നത് ആര് തന്നെയാണ്? സകല ജീവജാലങ്ങൾക്കും പ്രാണശക്തി, അഥവാ സകല ജീവജാലങ്ങളിലും പ്രാണശക്തിയായി നിലകൊള്ളുന്നത് ആദിത്യൻ്റെ ശക്തി തന്നെയാണ്. ഈ ആദിത്യനെയാണ്, അഥവാ ആദിത്യനിൽ നമ്മൾ ശ്രീ രുദ്രനെ കണ്ടുകൊണ്ട്, അഥവാ രുദ്രനെ, ശ്രീ പരമേശ്വരനെ ആദിത്യരൂപേണ കണ്ടുകൊണ്ട് ഭക്തൻ പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. ഈ സ്തുതി മുഴുവൻ അങ്ങനെ തന്നെയാണ്, ഈ മന്ത്രത്തിലുള്ള സ്തുതി മുഴുവനും അങ്ങനെ തന്നെയാണ്. ആദിത്യോ ദേവതയാണ്. സംഘർഷണമൂർത്തി സ്വരൂപോയോ സാവാദിത്യ പരമപുരുഷ യേഷ രുദ്രോ ദേവത എന്ന് നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോയിലാണെന്ന് തോന്നുന്നു അത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദിത്യരൂപത്തിൽ ശ്രീ രുദ്രനെ കണ്ടുള്ള, അഥവാ ആദിത്യരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നത് ഈ പരമേശ്വരൻ തന്നെയാണ്. സകല ചരാചരങ്ങൾക്കും ജീവസ് കൊടുക്കുന്നത്, ജീവൻ കൊടുക്കുന്നത്, അഥവാ പ്രാണശക്തിയെ കൊടുക്കുന്നത് ഈ ആദിത്യ സ്വരൂപനായ, അഥവാ ആദിത്യരൂപത്തിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീ രുദ്രൻ തന്നെയാണ്. തസ്മൈ രുദ്രായ നമഃ. അതുമാത്രമല്ല, സകലതും ഉണ്ടായതിൽ നിന്ന് പ്രണവം, ഓങ്കാരം എന്ന് പറയുന്ന ശബ്ദത്തിൽ നിന്ന് തന്നെയാണ് ഈ പ്രപഞ്ചം ഉരുത്തിരിഞ്ഞിരിക്കുന്നത് എന്ന് ഋഷിമാർ പറഞ്ഞിരിക്കുന്നു. അഥവാ ഈ ഓങ്കാരം എന്ന് പറയുന്ന ശബ്ദബ്രഹ്മം, അതിൽ നിന്നാണ് ഈ പ്രപഞ്ചം തന്നെ ഉരുവായത്. അപ്പോൾ ഓങ്കാരമൂർത്തിയായ ആദിത്യസ്വരൂപനായ, അഥവാ ആദിത്യരൂപേണ തിഷ്ടന്നും രുദ്രായ നമഃ. ആദിത്യരൂപേണ തിഷ്ടന്തം രുദ്രായ നമഃ. ആദിത്യരൂപേണ സ്ഥിതി ചെയ്യുന്ന രുദ്രനായിക്കൊണ്ട് നമസ്കാരം. അതാണ് നമസ്താരായ. താരകം ബ്രഹ്മരൂപം. ഈ താരകം എന്ന് പറഞ്ഞാൽ നക്ഷത്രരൂപേണ, അഥവാ പ്രകാശരൂപേണ സ്ഥിതി ചെയ്യുന്ന, ആരാണ് പ്രകാശരൂപേണ സ്ഥിതി ചെയ്യുന്നത്? സൃഷ്ടി സ്ഥിതി സംഹാരം നടത്തുന്നത് ആദിത്യൻ തന്നെയാണ്. അപ്പോൾ ആദിത്യനിൽ രുദ്രനെ കാണുന്നു. അഥവാ ആദിത്യൻ എന്ന് പറയുന്നത് ആ പരമ്പൊരുൾ തന്നെയാണ്, ആ പ്രപഞ്ചശക്തി തന്നെയാണ്. സൃഷ്ടിസ്ഥിതി സംഹാര ഹേതുവായിട്ടുള്ള ശ്രീ രുദ്രൻ തന്നെയാണ്, ശ്രീ പരമേശ്വരൻ തന്നെയാണ് ആദിത്യരൂപത്തിൽ പ്രകാശിക്കുന്നത്. ഇതിനു മുമ്പ് പലപ്പോഴും അത് പറഞ്ഞിട്ടുണ്ട്. തസ്മൈ രുദ്രായ നമഃ. ആ പ്രണവശക്തിയായ, ഓങ്കാരപ്പൊരുളായ, നമസ്താരായ
താരകം ബ്രഹ്മരൂപം, ആ ഓങ്കാരപ്പൊരുളായ പ്രണവശക്തിയായ സകലതിനും പ്രാണനെ നൽകുന്ന ആദിത്യരൂപത്തിൽ സ്ഥിതി ചെയ്യുന്ന, താരകരൂപത്തിൽ സ്ഥിതി ചെയ്യുന്ന, താരകരൂപത്തിൽ പ്രകാശിക്കുന്ന ശ്രീ രുദ്രനായിക്കൊണ്ട് നമസ്കാരം. നമസ്താരായ നമഃ താരായ, താരരൂപേണ തിഷ്ടന്തം, ആദിത്യരൂപേണ തിഷ്ടന്തം രുദ്രായ നമഃ, ആ രുദ്രനായിക്കൊണ്ട് നമസ്കാരം. രുദ്രഹേവ താരകരൂപേണ തിഷ്ടതി അവസ്ഥിതഃ, ആദിത്യരൂപേണ അവസ്ഥിതഃ തിഷ്ടതി, തസ്മൈ രുദ്രായ നമഃ. നമസ്കാരായ. ഒന്നുകൂടെ ചൊല്ലാം. നമോ അഗ്രേ വധായ ച ദൂരേ വധായ ച, നമോ ഹന്ത്രേ ച ഹനീയസേ ച, നമോ വൃക്ഷേഭ്യോ ഹരികേശേഭ്യഃ നമസ്താരായ. ബാക്കിയുള്ള മന്ത്രം അടുത്ത വീഡിയോയിൽ വ്യാഖ്യാനിക്കുന്നതാണ്. അതുവരെ എല്ലാവർക്കും നമസ്കാരം. ഓം നമോ ഭഗവതേ രുദ്രായ.